അനുഗ്രഹിക്കപ്പെടും എന്ന വാഗ്ദാനത്തിൽ കണ്ണടച്ചു വിശ്വസിച്ച് വാഗ്ദാനം പ്രാപിച്ച മോശ. അല്പനേരം നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഉൾഭാഗത്തേക്ക് കടക്കാം. യേശു തന്റെ പരസ്യജീവിതകാലത്ത് ദൈവരാജ്യത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊടുത്തത് ഉപമകളിലൂടെയാണ്. ഒരിക്കൽ യേശു ഒരു കഥ പറഞ്ഞു, കാത്തിരിക്കലിനെയും ജാഗ്രതയെയും കുറിച്ച്. ഒരു വിവാഹ വിരുന്നിൽ വരനെ വരവേൽക്കാൻ വിളക്കുകളുമായി എത്തിയ 10 കന്യകമാർ. വിവേകവതികളാകട്ടെ ബാഹ്യമായും ആന്തരികമായും തങ്ങളുടെ മണവാളനെ എതിരേൽക്കാൻ ഒരുങ്ങി. വിവേകശൂന്യരായ കന്യകകളാകട്ടെ അല്പം അലസതയോടെ ഒരുങ്ങി. സമയം എത്രയായി? മണവാളൻ വരുന്നതിന് ഇനി സമയമുണ്ടോ? അറിയില്ല. ഈ കാത്തിരിപ്പ് വല്ലാതെ എന്റെ ക്ഷമ നശിപ്പിക്കുന്നു. നിങ്ങൾ നന്നായി ഒരുങ്ങിയോ? ഞാനാണെങ്കിൽ പ്രാർത്ഥിച്ചും നോമ്പുനോറ്റും ഒരുങ്ങിയിട്ടും ഒരുപാട് കുറവുള്ള പോലെ. മണവാളൻ എന്നിൽ പ്രസാദിക്കുമോ? ഞാൻ പ്രത്യേകിച്ചൊന്നും ഒരുങ്ങിയിട്ടില്ല. ബാഹ്യമായി മാത്രമല്ല, ആന്തരികമായും നമ്മൾ ഒരുങ്ങണം. അവിടുന്ന് അത്രമാത്രം വിലപ്പെട്ടവനാണ്. എത്ര നേരം നമ്മൾ കാത്തിരിക്കേണ്ടി വരും? അറിയില്ല. ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കണം എന്നതെന്ന് നമുക്കറിയില്ലല്ലോ. സമയം മുന്നോട്ട് ഒഴുകിക്കൊണ്ടിരുന്നു. അവരുടെ ഹൃദയങ്ങൾ പരീക്ഷിക്കപ്പെട്ടു. ആകാശത്തിലെ നക്ഷത്ര ഓ ഭാഗ്യം! അധികം എണ്ണ കരുതിയത് എത്രയോ നന്നായി. അയ്യോ, എന്റെ വിളക്ക് കെട്ടുപോയി. എണ്ണയില്ല. നിങ്ങളുടെ എണ്ണയിൽ നിന്ന് കുറച്ച് തരുമോ? ക്ഷമിക്കണം സഹോദരി, നിങ്ങൾക്ക് എണ്ണ തന്നാൽ ഞങ്ങൾക്ക് മതിയാകാതെ വരും. അതിനാൽ വേഗം പോയി പുറത്തുനിന്ന് വാങ്ങിക്കൊള്ളുവിൻ. എന്റെ പിതാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ വരുവിൻ. നക്ഷത്രത്താരാട്ട് പൊന്നുണ്ണിയുറങ്ങി, മഞ്ഞിൻ കുളിരിൽ കാറ്റിൻ ചിറകിൽ പുഞ്ചിരിയേകും ദൈവമിറങ്ങി. ദൈവപിതാവിൻ പാവന സ്നേഹം പുൽക്കൂട്ടിലിറങ്ങി. നക്ഷത്രങ്ങൾ മിന്നി ഭൂസ്വർഗങ്ങൾ പാടി. നക്ഷത്രത്താരാട്ട്